DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 വ്യാഴം. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റയടിക്ക് പവന് 200 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 1,13,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 14,220 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാത്തവർക്ക് ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 18 വരെ അപേക്ഷിക്കാം. നോർക്ക പ്രവാസി ID, സ്റ്റുഡന്റ് ID, NRK ID കാർഡുകളിൽ ഏതെങ്കിലും ഉള്ളവർക്കാണ് അർഹത. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി സഹകരിച്ചുള്ള പദ്ധതിയിൽ കേരളത്തിലെ 668 ഉൾപ്പെടെ രാജ്യത്തെ 24,000 ആശുപത്രികളിൽ ചികിത്സ തേടാം. 5,499 രൂപ മുതലാണ് പ്രീമിയം. പദ്ധതിയിൽ 1,32,034 പ്രവാസികൾ ചേർന്നിട്ടുണ്ട്. ജൂലൈ 31 വരെ 31,660 ക്ലെയിമുകളിൽ 374 എണ്ണം ഒഴികെയുള്ളവ തീർപ്പാക്കിയെന്നും 227 കോടി രൂപയുടെ ആനുകൂല്യം നൽകിയതായും നോർക്ക CEO അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, LPG ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കൾക്ക് വേണ്ടിയുള്ള eKYC പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. KYC പൂർത്തിയാക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. കൃത്യസമയത്ത് eKYC പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ നഷ്ടമാകുകയും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ നിരക്കിൽ വാങ്ങേണ്ടി വരികയും ചെയ്തേക്കാം. ഓഗസ്റ്റ് 15-നകം eKYC പൂർത്തിയാക്കണമെന്നാണ് എണ്ണ കമ്പനികൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ മാസങ്ങളിൽ അവസാന ആഴ്ചകളിൽ നടക്കാറുള്ള വിതരണം ഓണം പ്രമാണിച്ച് മുൻകൂട്ടി ലഭിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഈ ഓണത്തിന് 2,000 രൂപ തന്നെയാണ് പെൻഷനായി വിതരണം ചെയ്യുന്നത്. എന്നാൽ മുൻകാലങ്ങളിലെ പോലെ അഡ്വാൻസ് തുക കൂടി ഉൾപ്പെടുത്തി 4,000 രൂപ ലഭിക്കുമെന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ വന്നെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വരും മാസങ്ങളിൽ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം ലഭിക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമം. എന്തായാലും ഈ മാസം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.